ഇന്നലെ ടി വി കാണുന്നതിനിടയിലുണ്ടല്ലോ മോൾക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ വേണോ അമ്മച്ചി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. കുറച്ച് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട്, ഉപ്പും മഞ്ഞൾപ്പൊടി വെള്ളം ചേർത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ബജിമാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് കുറച്ച് സോഡാപ്പൊടി ഉപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. കടലമാവാണെങ്കിലും കുഴപ്പമില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സോഡാപ്പൊടി, കായപ്പൊടിയൊക്കെ ചേർത്ത് മിക്സാക്കി എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി സംഭവം വേറെ ഒന്നുമില്ല, നേരത്തെ തിളപ്പിച്ച് മാറ്റിയ സോയാ ചങ്ക്സിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റിയെടുത്തിട്ട് അത് ഈ മാവിലോട്ട് മുക്കി തിളച്ച് എണ്ണയിലോട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അടിപൊളി സോയാ ബജി റെഡിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മണം മാറുന്ന ഒരു അടിപൊളി സീക്രറ്റ് പറഞ്ഞുതരാം. വേറൊന്നുമില്ല, കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ മണവും ടേസ്റ്റും ഒക്കെ അങ്ങ് അപ്പാടെ മാറും കേട്ടോ. ഭയങ്കര മണമായിരുന്നു. സാധാരണ എനിക്ക് ഈ മിക്സറൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ വെളുത്തുള്ളി അതിൽ കിടക്കില്ലേ, അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇട്ടതാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. സോയാ ചങ്ക്സും കടലമാവൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിതിൽ കുറച്ച് സോസൊക്കെ ഒഴിച്ച് അലങ്കരിച്ച് മോൾക്കങ്ങ് കൊടുത്തു കേട്ടോ. മോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാര്യം സ്നാക്സ് ഒന്നും ഇല്ലാന്ന് വിഷമിച്ചിരുന്നതാണ്. അപ്പോൾ അവൾക്ക് സ്നാക്സും കിട്ടി, എനിക്കൊരു വീഡിയോ ആയിട്ടുണ്ട്.